എൻ്റെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിലേക്കാണ്. ഇന്ന് വൈകുന്നേരം 4:40 കൊച്ചുവേളി ട്രെയിനാണ് പോകുന്നത്. എൻ്റെ കൂടെ 2 സ്റ്റുഡൻസ്, അതായത് BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനുള്ള 2 കുട്ടികൾ, അവരുടെ പേരൻസൊക്കെ ഉണ്ട്. അവർ ട്രിവാൻഡ്രത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തും. ഞാൻ ഒരു 4 മണിയോടും കൂടിയൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് എത്തണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് വിഷ്വലായിട്ട് തരുന്നതാണ്. കൊച്ചുവേളി ഇടത്തോട്ട്, പട്ടം കിംസ് വലത്തോട്ടാണ്, എറണാകുളം നേരെ. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം ഇടത്തോട്ട്. അവിടെ നോക്കണേ വിന, കുഴപ്പമില്ല. നേരെ കാണുന്നതാണ് ലുലു മാൾ. കാണുന്നില്ലേ ആ വണ്ടികൾ പോകുന്നുണ്ടോ? കയറ്റത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ? അതാണ് ലുലു മാൾ. എഴുതി വെച്ചിട്ടുണ്ട്, കാണാമല്ലോ നമുക്ക്. ലുലു മാൾ. അയാളുടെ വരവ് ഞാൻ ബേർഡ് ശ്രദ്ധിച്ചാണല്ലോ എടുത്തേ. റെഡി ശ്രദ്ധിച്ചോണല്ലേ? ശ്രദ്ധിച്ചാണ് ചേച്ചി. അല്ല, ഇങ്ങനെ എടുത്തിട്ട് കാണിച്ച്. ആണോ? അതല്ല, ഇപ്പൊ ഇതൊക്കെ അനധികൃതമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അങ്ങോട്ട് പോകാനുള്ളവരെല്ലാം അപ്പുറം സൈഡിൽ കൂടെയാണ് വരേണ്ടത്. ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഇവിടെ ഒരു കൂട്ടിയിടിയുമ്പകളൊക്കെ ഉണ്ടായൊരു സംഭവം ഉണ്ടായി. ആ സമയത്ത് അങ്ങോട്ട് പോകാനുള്ളവർ അതിൽ സ്ട്രെയിറ്റ് പോയിട്ട് ഇതുപോലെ ഒരു സർവീസ് റോഡ് അപ്പുറത്തൂടെ ഉണ്ട്, അതിലേ കയറണം. കൊച്ചുവേളി ഇടത്തോട്ട്. എന്ത് പതിയെ വന്നതല്ലേ, 3:30 ആയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂട്ടറിനേക്കാളൊക്കെ സ്പീഡിൽ കാർ ഓടിക്കുന്നുണ്ടെന്ന്. ഒന്നല്ല ഇപ്പോ അല്ലേ വിന? ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, കൊച്ചുവേളിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിലേക്ക് കയറുവാണ്. അങ്ങനെ കയറിപ്പറ്റി. സമയം 4:50 ട്രെയിൻ വിട്ടു. ടിക്കറ്റ് എടുത്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് 49 ആയിരുന്നു. 49, 50, 51, 52 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ RAC ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് 2-3 ബർത്ത് കൂടെ കിട്ടുമെന്ന്, 2 ബർത്ത് കൂടെ കിട്ടിയാൽ ഞങ്ങൾക്കത് എല്ലാവർക്കും ബർത്താകും. അല്ലെങ്കിൽ RACയിൽ തന്നെ പോകേണ്ടി വരും. ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാരപ്പെട്ട എത്താറായിട്ടുണ്ട്.
എല്ലാവരും നല്ല ഉറക്കമാണ്. ടിക്കറ്റ് കൺഫേം ആയി കിട്ടിയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ബർത്തായി. അത് കാരണം എല്ലാവരും നല്ല സുഖ ഉറക്കമാണ്. വീട്ടിലാണെങ്കിൽ നേരം വെളുത്ത് ഒരു 6:30 മണിയെങ്കിലും ആകാതെ ഉറക്കം എണീക്കാത്ത ഞാൻ ട്രെയിൻ യാത്രയിൽ സാധാരണ പുലർച്ചെ 5 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടെന്ന് ഇരിക്കാറുണ്ട്. കാരണം എനിക്ക് ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാൻ, ഈ നേരം വെളുത്ത് വരുന്ന ഈ ഭംഗിയൊന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിലിരുന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അകലെ ചക്രവാളം വെളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൃഷിയിടങ്ങളൊക്കെ എത്ര ഭംഗിയായി നല്ല വൃത്തിയായിട്ട് ഒരുക്കിയിട്ടേക്കുന്നല്ലേ, അടുത്ത കൃഷിക്കായിട്ട്. അതുപോലെ വിത്ത് പാകിയിട്ടിട്ടുണ്ട്. ഉഴുത് മറിച്ച് തടാമെടുത്ത് വിത്ത് പാകിയിട്ടിട്ടുണ്ട്. എന്തൊക്കെ വിത്താണെന്നും എന്താണെന്നൊന്നും അറിയില്ല. എങ്കിലും ഇത് കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ്. ചുറ്റിക്കാടുകളും അകലെ നല്ല ഭംഗിയുള്ള മൊട്ടക്കുന്നുകളും നിരനിരയായിട്ട് അങ്ങനെ ഇരിക്കുന്ന കാഴ്ച തന്നെ രസമാണ്. രാവിലെ 8:30 ആകുമ്പോൾ തന്നെ ട്രെയിന് സെൻട്രൽ റെയിൽവേയിലെത്തും, മജിസ്റ്റിക്കിലെത്തും. ലേറ്റായിട്ടില്ല. ട്രെയിൻ കൃത്യമായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലേറ്റാകാൻ സാധ്യതയില്ല. ഇനി എവിടെയെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ എത്തും. ഞാനേതായാലും ഒരു കാപ്പിയൊക്കെ കുടിച്ചു. മറ്റുള്ളവരൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ മജിസ്റ്റിക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ നടക്കുകയാണ്. എൻ്റെ പിന്നാലെ എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസും പേരൻസും ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നഴ്സിംഗ് കോളേജിലേക്ക് പോകണം. നഴ്സിംഗ് കോളേജ് ഇരിക്കുന്നത് യലഹങ്കയിലാണ്. യലഹങ്ക ടൗണിലാണ്. ഇവിടുന്ന് ബസ്സിൽ തന്നെ പോകണം. അത് ആ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.